63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിനമാണ്. ജനപ്രിയ മത്സര ഇനങ്ങളായ തിരുവാതിരയും നാടകവും ഒപ്പനയും അടക്കം വിവിധ വേദികളിൽ നടക്കുകയാണ്. കലോത്സവ വേദികളിലെ കാഴ്ചകളിലേക്ക് തത്സമയം. പണ്ടൊരു നാളിൽ ഉമയും ഹരനും കാട്ടാള വേഷം പൂണ്ടു കാട്ടിലെത്തി. പണ്ടൊരു നാളിൽ ഉമയും ഹരനും കാട്ടാള വേഷം പൂണ്ടു കാട്ടിലെത്തി. താപസാനുഷ്ഠിക്കും അർജുനനെയൊന്നു പരീക്ഷിക്കുവാനായി ഉറപ്പിച്ചു. ദുര്യോധനാജ്ഞയാൽ പാർത്ഥ ഹിംസയ്ക്കായി പന്നിതൻ രൂപത്തിലെത്തിയൊരു മൂകാസുരനു നേരെയായി അസ്ത്രമെയ്തു കിരാതനും കിരീടിയും. അപ്പോൾ കയർത്തു കാട്ടാളനും അർജുനനും പിന്നെ മുഷ്ടിയുദ്ധത്തിലായി ഏറ്റുമുട്ടി. പാർത്ഥൻ പരാജിതനായി നിലം പതിച്ച കാട്ടാളൻ ശിവനെന്നു തിരിച്ചറിഞ്ഞു. ഉടനന്ത വെടിഞ്ഞു നമസ്കരിച്ചു. വരമായി പാശുപതാസ്ത്രവും ലഭിച്ചു. വരമായി പാശുപതാസ്ത്രവും ലഭിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് രണ്ടാം ദിനമാണ്. നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരാണ് പോയിന്റ് നിലയിൽ ഈ ഘട്ടം വരെ ഒന്നാം സ്ഥാനത്ത് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയിന്റ് നില കണ്ടുവരാം. ൊരു ദളങ്ങളൊത്തൊരു നജമു തന്നിൽ ദിക്കുകളൊക്കെയും ദീപ്തി പരത്തിടും ശിവജാ. ദിഹിനതൊക്കെ മോദം പരത്തിടും തരുൾ സിരാജാ. തരുളരേരകിലു വந்தே തണൽ തരുവതിനായിതു സത്തേ. തരുളരേരകിലു വந்தே തണൽ തരുവതിനായിതു സത്തേ. സത്തിന ഉത്തമ പത്തരമാറ്റാ മുത്തണിയാറ്റ ഊശിർ പൊങ്കിട സുവർഗത്തിലാ. ശ്രുതികൾ തിങ്കിടലായേ മണിശൂരിത ഭംഗിതമായേ. ശ്രുതികൾ തിങ്കിടലായേ മണിശൂരിത ഭംഗിതമായേ. ഭംഗിതയങ്കണ രംഗണറാണി ബഹുമയിലേറണ പൊങ്കനിയാണ്. ഒപ്പനയുടെയൊക്കെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് തന്നെ കൃഷ്ണപ്രിയ ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ്. മത്സരമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. എത്തരത്തിലാണ് കാഴ്ചകൾ? ആതിര, അതുതന്നെയാണ്. തിരുവാതിര വേദിയിൽ ഇപ്പോൾ വേദി 2 പെരിയാറിൽ തിരുവാതിര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തിരുവാതിരയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി കൊല്ലത്ത് നിന്നുള്ള കുറച്ച് സുന്ദരി കുട്ടികൾ ഇവിടെ നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോകാം. വിഭവം തേ ഹൃദമായി വ്രീളയിരിത്തില്ലാഞ്ഞു വേളയിതെല്ല വിഫലം തേ വൈരസേനേ. വികൃത ഹൃദയനങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊള്ളുവാൻ തവ തരമില്ല. വികൃത ഹൃദയനങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊള്ളുവാൻ തവ തരമില്ല. വിരവിൽ നിന്നെ ചതിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിരവിൽ നിന്നെ ചതിച്ച വിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിഫലം തേ വൈരസേനേ. ഓക്കെ, അപ്പോൾ ആതിര അത് കണ്ടതാണല്ലോ. വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പം നമുക്ക് ഈ കുട്ടികളുടെ അടുത്ത് തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇവരിപ്പോൾ അല്പസമയത്തിന് മുൻപാണ് വേദിയിൽ നിന്ന് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങിയത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മക്കളെ, നിങ്ങൾ എവിടെ നിന്നുള്ള കുട്ടികളാണ്? ഏതാ സ്കൂൾ? ഏതാണ്? കൊല്ലം പുതക്കുളം GHSS ഗവൺമെൻറ് സ്കൂളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ വരുന്നത്? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പെർഫോമൻസ്? ഇത്ര നിറഞ്ഞ സദസ്സായിരുന്നു അല്ലേ? അതെ, നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്ത് നല്ലൊരു മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അത് നല്ല എക്സ്പീരിയൻസ്
ആയിരുന്നു. ആദ്യത്തെ ടൈം ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ ഹാപ്പിയാണ്. എല്ലാവരും ആദ്യമായിട്ടാണോ? എല്ലാവരും ആദ്യമായിട്ടാണ്. നമ്മളെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും സന്തോഷം. അപ്പം നിങ്ങളുടെ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്ന് തൊട്ടാണ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയത്? നമ്മുടെ ജില്ല കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പ്രാക്ടീസാണ്. സബ് ജില്ല കഴിഞ്ഞ് ജില്ലയിലേക്കുള്ള പ്രാക്ടീസായിരുന്നു. അപ്പീൽ കൊടുത്താണ് വന്നത്. അപ്പോൾ അപ്പീൽ കൊടുത്ത് അപ്പോഴും തൊട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കത് കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ഡ്രീം തന്നെയായിരുന്നു, സ്റ്റേറ്റിൽ വരണം എന്നുള്ളത് തന്നെ ഒരു ഡ്രീം ആയിരുന്നു. അത് സംഭവിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും? പ്ലസ് ടു ആണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചിരിക്കും. ഭയങ്കര സന്തോഷം. അത്രേ ഉള്ളൂ. ഇപ്പം ആദ്യമായിട്ട് വരുന്നതിന് കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുള്ളൂ, ഈ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ടായിരുന്നു. എപ്പോഴും സ്കൂളിൽ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പേരൻസ് ആയാലും ശരി, സാറായാലും ശരി, നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേറ്റിൽ എത്താൻ പറ്റിയിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കയറാനായിട്ട്. നിങ്ങളുടെ ഈ വേഷമൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഈ ഒരു കേരള സാരി, ആരാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യുന്നത്? സാറിനെ ഒന്ന് നമുക്ക് വിളിച്ചാലോ? സാറേ പ്ലീസ് ഒന്ന് വരൂ. അങ്ങനെ ഈ കുട്ടികളുടെ മാഷ് അദ്ദേഹം ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് കൂടെ വിവരങ്ങൾ ചോദിക്കാം. പേരെന്താണ്? എൻ്റെ പേര് സാജൻ. അപ്പോൾ സാറാണ് ഈ കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്തെടുത്ത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുട്ടികളാണ്, നല്ല ആത്മാർത്ഥമുള്ള മക്കളന്മാരാണ് എല്ലാവരും. നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ എപ്പോഴാലും വിളിച്ചാൽ എത്തിയിരിക്കും, പ്രാക്ടീസ് സമയത്ത് എത്തിയിരിക്കും അവർ. അത്രയും നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു. പക്ഷേ നല്ല കോമ്പറ്റീഷൻ വാശി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ജില്ലയിൽ നിന്ന് അപ്പീൽ നേടിയാണ് വന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് ഡേ ടീമിന് അറിയാലോ, ഇപ്പോൾ കോഴയുടെയൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് വന്നത്. അതുകൊണ്ട് അവരെങ്കിലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും, നല്ല ഉറപ്പുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളന്മാർ. അപ്പോൾ അതാണ് ഈ കഴിവുള്ള കുട്ടികൾ എവിടെ ചെന്നായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ കൊല്ലത്ത് നിന്നുള്ള കുട്ടികൾ. അവർ ജില്ലാ തലത്തിൽ നിന്ന് സെക്കൻഡ് ആയിരുന്നു, അപ്പീൽ വാങ്ങി സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ പ്രകടനം കഴിഞ്ഞതേ ഉള്ളൂ. ഹയർ സെക്കൻഡറി തിരുവാതിരയുടെ മത്സരഫലം ഇനിയും വൈകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 16 ടീമോളം ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിന്. ഇപ്പോഴും വേദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ നഗരിയിൽ പലയിനം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൃഷ്ണപ്രിയ.